നമ്മളിപ്പം ഇന്നത്തെ മക്കാനീൻ്റെ സ്ഥലം തേടി 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 എവിടെ എത്തിയെന്നറിയോ? കോഴിക്കോട് നിന്ന് വയനാട് റൂട്ടിലാണ്. എന്ന് വെച്ചാൽ കൊടുവള്ളിക്കും താമരശ്ശേരിക്കും ഇടയ്ക്കുള്ള പരപ്പൻ പൊയിൽ അവിടെ റോഡ് സൈഡിൽ ഒരു ഹോട്ടലുണ്ട്, പെട്ര റെസ്റ്റോറൻറ്റ്. അവിടെ കാണുമ്പം ഒരു പുതിയ ഹോട്ടലാണ്, കാണുമ്പോഴല്ല ഹോട്ടലിൻ്റെ പുതിയ ഹോട്ടലാണ്. പക്ഷേ അവിടുത്തെ വിഭവങ്ങൾ നമ്മൾ കാണാത്ത കേൾക്കാത്ത സംഭവങ്ങൾ ഉണ്ടെന്ന് പറയുന്നു. ഏതായാലും ഇവിടെ ഒന്ന് കയറി കണ്ട് അതൊന്ന് അറിഞ്ഞിട്ട് നമുക്കൊന്ന് പരിചയപ്പെടേണ്ട ഭക്ഷണം. നമ്മൾ ഭക്ഷണപ്രിയരാണ്, നല്ല ഭക്ഷണം കഴിക്കണം താല്പര്യമുള്ള ആളുകളാണ് എല്ലാവരും. പൊതുവിൽ നമ്മൾ മലബാറുകാർ കഴിക്കാനും കഴിപ്പിക്കാനും താല്പര്യമുള്ളവരായതുകൊണ്ട് നമ്മൾക്ക് ഈ നമ്മളെ നാട്ടിലുള്ള പുതിയൊരു ഭക്ഷണത്തെ പറ്റി അറിയണ്ടേ. ഏതായാലും പെട്രയിൽ കയറിയിട്ട് അവരെ കണ്ട് അതൊന്ന് പരിചയപ്പെട്ട് എന്താണ് നല്ല ഐറ്റംസ് വെച്ചാൽ അത് മക്കാനിയിലൂടെ നമുക്ക് അവതരിപ്പിക്കണം. ഏതായാലും ഇന്നത്തെ നല്ല വിഭവം ആവട്ടെ എന്നൊരു പ്രതീക്ഷയിൽ നമുക്ക് നീങ്ങാം. എൻ്റെ പേര് ഇവിടുത്തെ മാനേജർ. ഇതിപ്പോൾ എത്രയായി ഈ ഹോട്ടലിൽ തുടങ്ങിയിട്ട്? 3 മാസമായി. ഞാൻ വയനാട്ടിലേക്കൊക്കെ പോകുമ്പം ഇതിങ്ങനെ കാണും. അപ്പോൾ ഇവിടെ എന്താണ് സംഭവം എന്നൊന്നും മനസ്സിലായില്ല. ഒരു ദിവസം കയറി ഒരു ചായയൊക്കെ കുടിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ അറിഞ്ഞു പോയി. എന്നാൽ പിന്നെ നമുക്കൊന്ന് അങ്ങോട്ട് ഇരിക്കാമല്ലോ. ഇവിടെ ബിസിനസ്സൊക്കെ? ബിസിനസ് കുഴപ്പമില്ല, നന്നായിട്ട് പോകുന്നുണ്ട്. സാധാരണ എന്താണ് ഇവിടെ? ചോറുണ്ട്, എല്ലാ ഐറ്റംസും, നാടൻ വിഭവങ്ങളും അറേബ്യൻ വിഭവങ്ങളും എല്ലാം നമ്മൾ കൊടുക്കുന്നുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ട്? രാവിലെ ബ്രേക്ക്ഫാസ്റ്റും ഉണ്ട്. ഇപ്പോൾ തുറക്കും ഹോട്ടൽ? 7 മണിക്ക് നമ്മൾ ഓപ്പൺ ചെയ്യും. 7 മണിക്ക്? രാത്രി 1 മണി വരെ ഉണ്ടാവും. രാത്രി 1 മണി വരെ ഉണ്ടാവും. അപ്പോൾ ഈ ആളുകൾ നമ്മൾ ഭക്ഷണ സാധനങ്ങൾ രാത്രിയും തിരഞ്ഞു വരുന്നുണ്ട്. കാര്യമായിട്ടാണ് ഇവിടുത്തെ ഫുഡ്? കാര്യമായിട്ട് നമുക്ക് മത്സ്യവിഭവങ്ങളിൽ പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് നമ്മളിപ്പോൾ എല്ലാം ചെയ്യുന്നത്. സീ ഫുഡ്സ് അത് മറ്റുള്ള ഹോട്ടലുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എല്ലാ ഹോട്ടലിലും ഉണ്ട്. എങ്കിലും നമ്മുടെ പെട്രയുടെ ഒരു വ്യത്യസ്തമായ വിഭവങ്ങൾ നമ്മൾ ഹോട്ടലിൻ്റെ പേര് പെട്ര റെസ്റ്റോറൻറ്റ്. പെട്ര നമ്മളൊരു പുരാതന രീതിയിലുള്ള ഒരു വീട് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വാക്കിൻ്റെ അർത്ഥം ഒരു റോക്ക്, ഒരു വ്യത്യസ്തമായ ജോർദാനിലെ റോക്കിൻ്റെ ഒരു രൂപരേഖയാണ് അത് പെട്ര. നല്ലതാണെന്ന് തോന്നി അതിൽ ക്രിയേറ്റ് ചെയ്ത് പേരിലൊരു അട്രാക്ഷൻ ഉണ്ടാവും. അതെ, അങ്ങനെ വേറെ എവിടെ ഉണ്ടാവില്ല. പൊതുവിൽ ഞാൻ ചോദിക്കുന്നത്, നമ്മൾ ഈ മീഡിയ വണ്ണിൻ്റെ മക്കാനി കാണലുണ്ടോ? കണ്ടിട്ടുണ്ട്. ഓരോ ആഴ്ചയിലും വ്യത്യസ്തമായിട്ടുള്ള ഹോട്ടലുകൾ അല്ലെങ്കിൽ ഈ ഫുഡ് ഉണ്ടാക്കുന്ന ആളുകൾ, ചില വീടുകൾ, ചില പ്രത്യേക കേന്ദ്രങ്ങളുണ്ടാവും. അല്ലെങ്കിൽ ചില മീൻ പിടിക്കുന്ന സ്ഥലങ്ങളിൽ പോയിട്ട് അവിടുന്ന് പിടിക്കുന്ന പ്രധാനപ്പെട്ട സംഭവങ്ങൾ പ്രത്യേക രീതിയിലൊക്കെ ഉള്ള എന്തെങ്കിലും ഒരു ആകർഷണം ഇല്ലാതെ ബാക്കി എല്ലാവരും ഇപ്പോൾ എല്ലാ ചാനലിലും ഉണ്ട് ഈ ഭക്ഷണം പാചകം എന്നൊക്കെ പറഞ്ഞിട്ട്. അതിൽ ഒരു അർത്ഥമില്ല. എന്തെങ്കിലും ഒരു വ്യത്യാസം സാധാരണ ഭക്ഷണത്തിൽ നിന്ന്, അല്ലെങ്കിൽ അതിൻ്റെ ഈ ഉണ്ടാക്കുന്ന ആൾക്കൊരു പേരും പ്രശസ്തിയൊക്കെ ഉണ്ടാവില്ല, അതുപയോഗിക്കുക. അല്ലെങ്കിൽ അവരുടെ കഴിവിനെ കാണിക്കുക. അല്ലെങ്കിൽ ഇതുണ്ടാക്കുന്ന ഇപ്പോൾ കോഴിക്കോട് നിന്ന് വയനാട്ടിലേക്ക് പോണ ഒരാൾക്ക് നല്ല ഭക്ഷണം കിട്ടുന്ന ഒരു സങ്കേതം, അത് പരിചയപ്പെടുത്തുന്നത് നല്ലൊരു കാര്യമല്ലേ? ഇന്ന സ്ഥലത്ത് വലിയ ഭക്ഷണം കിട്ടുന്നത്. അപ്പോൾ പരിചയപ്പെടുത്തുമ്പോൾ നല്ല ഭക്ഷണമായിരിക്കണം, നല്ല രുചികരമായിരിക്കണം, കുഴപ്പമുണ്ടാവരുത്. അതിൽ ഇതൊക്കെയാണ് നമ്മൾ ഈ മക്കാനി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു നല്ല ഉദ്ദേശത്തിലാണ് ഇത് നടത്തുന്നത്. അപ്പോൾ അതാണ് ചോദിച്ചാൽ ഇവിടെ നല്ല ഭക്ഷണങ്ങൾ ഉണ്ടോ, എന്താണ്, പുതിയ വെറൈറ്റി ഉണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ നന്നായി. ഞങ്ങൾ കൂടുതലായിട്ട് വെറൈറ്റികൾ നമ്മൾ ചെയ്യുന്നുണ്ട്. സീ ഫുഡിൽ തന്നെ ഇപ്പോൾ ആളുകൾ ചോദിച്ചു വരുന്ന ഒന്നര വരുന്നത് താവ ചെയ്യുന്നുണ്ട്. അതിലും കൂടുതൽ താവ ചെയ്യുന്നത്. എന്താണ് ചെയ്യുന്നത്? ഫിഷ് താവ ചെയ്യുന്നുണ്ട്, അതുപോലെ ചിക്കൻ താവ ചെയ്യുന്നുണ്ട്. എല്ലാ മീനുകൊണ്ടും താവ ചെയ്യാൻ പറ്റും. നമ്മളെ സോഫ്റ്റ് ആയിട്ടുള്ള കല്ലിൽ വെച്ചിട്ട് നേരിയ ചൂടിൽ ചുട്ടെടുക്കുന്നത്, ഒരു വേവിച്ചെടുക്കുന്ന മസാലയും ഓയിലും ഉണ്ട്. മസാല ചെറിയ രീതിയിലുള്ള മസാലയും രീതിയിൽ ഓയിലും ഹെൽത്തിയാണ്, ആളുകൾക്ക് കൂടുതലായിട്ട് ഉപയോഗിക്കാൻ കഴിയും. അതിൽ മറ്റേ ഈ രുചി കൂടാൻ വേണ്ടിയിട്ട് ഞങ്ങൾക്ക് ഈ തല്ലിപ്പൊളി ഐറ്റംസ് ഒന്നും ഇല്ല. ഞങ്ങളെ ഷെഫിൻ്റെതായ പ്രത്യേക മസാലകൾ കൂട്ടിയിട്ട് നമ്മൾ ചെയ്യുന്നു. അത് ഇവിടെ ആളുകൾ അത് ചോദിച്ചു വരുന്നുണ്ട്. ഷെഫ് മലയാളിയാണ്? ഷെഫ് മലയാളിയാണ്, നമ്മളെ നാട്ടുകാരൻ തന്നെയാണ്. ഇനിയിപ്പോൾ അയാളെ പരിചയപ്പെട്ടാൽ കൂടുതലെ പറ്റി അറിയാം, ഉണ്ടാക്കുന്ന കാണാൻ.
ചിലയിടത്തുണ്ട് ചില ഒരു രഹസ്യം ഉണ്ടാവും ഉണ്ടാക്കണേല്, അത് നമ്മൾ പുറത്ത് പറയില്ല. ഇതിനത് പറ്റില്ല, പറഞ്ഞേ പറ്റൂ. അല്ല, അത് തീർച്ചയായിട്ടും പറഞ്ഞു. ഇത് ഉണ്ടാക്കിയിട്ട് മറ്റൊരു വീട്ടിൽ പോയിട്ട് അവനൊന്നും ഉണ്ടാക്കി കഴിച്ചു നോക്കട്ടെ, എന്നിട്ട് അറിയട്ടെ. അത് കസ്റ്റമർക്ക് അറിയണം. അറിയണം. മറ്റേത് തിന്നാനായിട്ട് ഇത് കാണുന്ന ഏതെങ്കിലും രാജ്യത്തുള്ളവന് ഇവിടെ വരാൻ പറ്റില്ല. അപ്പോൾ അവനും ഇതൊന്നും ഉണ്ടാക്കി നോക്കിയിട്ട് ഇത് തരക്കേടില്ല, നിങ്ങളിലൂടെ ഒരു ക്ലാസ് അവന് കിട്ടട്ടെ, പഠിക്കട്ടെ. ഉണ്ടാക്കുന്ന വിഭവങ്ങൾ അറിയാനും അതിനെപ്പറ്റി മനസ്സിലാക്കാനും നമുക്കത് ചെയ്ത് കാണിക്കാനും ഇവിടുത്തെ ഷെഫ് ചന്ദ്രനെ പോയി കാണാം. ഓക്കെ, പോലെ ചന്ദ്രൻ അല്ലേ? അതെ. നിങ്ങൾ വന്നു, നിങ്ങളുടെ മാനേജർ മിസ്റ്റർ സന്തോഷ് പറഞ്ഞു ഇവിടുത്തെ മെയിൻ ഷെഫ് ചന്ദ്രനാണ്. ഇതിന് ബാക്കി ചന്ദ്രൻ ഞാനായിട്ട് ആയിക്കോളാം. ചന്ദ്രൻ എവിടെ വീടും ബത്തേരിയാ? ഓ, ബത്തേരിയിൽ ഈ ഭക്ഷണമൊക്കെ കാര്യമായിട്ട് ഉണ്ടാക്കാറുണ്ടോ? വയനാട്ടിൽ നല്ല ഭക്ഷണങ്ങളുണ്ട്, അവിടെ വന്നാലല്ലേ? നല്ല ഹോട്ടലും ഭക്ഷണമൊക്കെ. എന്താണ് ഇപ്പോൾ നിങ്ങളിന്ന് ഇവിടെ ഉണ്ടാക്കണേ, നമുക്ക് വേണ്ടി ഉണ്ടാക്കണ പ്രധാനമായിട്ടും? കടൽക്കൂട്ടും ചിക്കൻ ഗീ റോസ്റ്റ്. കടൽക്കൂട്ടോ? നിങ്ങളുണ്ടാക്കുക കടൽക്കൂട്ട്? കടലിൽ സീ ഫുഡ് വിശേഷത്ത് കടൽക്കൂട്ടുന്ന മീൻ, കടലിലെ മീൻ, ക്രാബ്, കൂന്തൾ, കടുക്. അപ്പം എല്ലാ മീനും ഒന്നിച്ചിട്ടിട്ട് വെക്കണതാണ് ഈ കടൽക്കൂട്ട് അല്ലേ? അത് ശരി. അപ്പോഴേ നമുക്കിത് ആദ്യമായിട്ട് ഭക്ഷണത്തെ പറ്റി ഒരു പേര് കിട്ടി, കടൽക്കൂട്ട്. കടലിലുള്ള മീനിനെ പിടിച്ചുകൊണ്ട് നമ്മുടെ നാട്ടിലുള്ള മസാല കൂട്ടിയിട്ട് ഒരു ഉണ്ടാക്കലുണ്ട്. പക്ഷേ അതിനും കടൽക്കൂട്ട് എന്ന് നമ്മൾ പറയില്ല, ഇത് കടൽക്കൂട്ട്. എന്താണെന്നറിയോ, എല്ലാ മീനും ഞണ്ടും കൂന്തളും എന്ത് കൊടുത്താലും ഒന്നിച്ചിട്ട് ഉണ്ടാക്കി തരും ഇവിടെ. അതാണ് കടൽക്കൂട്ട്. അതിൽ നമ്മളിപ്പോൾ ഇന്ന് എന്തെല്ലാം മീനാണ് നമ്മുടെ അടുത്തുള്ളത് കാണിക്കാൻ? ചെമ്മീൻ. എവിടെ? ഫ്രൈ ആക്കി. ചെമ്മീനാ ഫ്രൈ ആക്കി വെച്ച. പിന്നെ വേറെന്താ മീനാണ്? കൂന്തൾ. ഓ, എല്ലാം കൂടി ഒന്നിച്ച് വെച്ചാൽ അതിൽ? അതെ, എല്ലാം കൂടി മിക്സ് ചെയ്താൽ കൂട്ടാണ്. ഇത് ഞണ്ടിൻ്റെ കാല്. കാലുണ്ട്. ചെമ്മീൻ, ഞണ്ട്, കൂന്തൾ, ഇത് മാത്രമാണ്? അതെ. പിന്നെ ഫിഷുണ്ട്, അയക്കൂറ. ഇതിൽ തന്നെ? അത് ശരി. ഇതിപ്പോൾ എത്ര ഉണ്ടാവും അളവിതാണ് ഒരു പ്ലേറ്റ്? ഒരു പോർഷൻ. ഇതിപ്പോൾ എത്ര ഉണ്ട്? ഒരു 250? 200-250 ഉണ്ടാവും അല്ലേ? 220. പിന്നെ ഇതിൽ മസാലയും വരില്ലേ? മസാല. ഇത് എന്തിനാ കഴിക്കൽ? ചോറുള്ളോ? ചപ്പാത്തി. ഇത് കറിയൊന്നുമില്ല, ഗ്രേവി ഒന്നും ഉണ്ടാവില്ല? സെമി ഗ്രേവിയാണ്. ഉണ്ടോ? സെമി ഗ്രേവി. നമുക്ക് ഉണ്ടാക്കാനോ കാണാനോ? നമ്മൾ ഇതെന്തായാലും വെളിച്ചെണ്ണ അല്ല? വെളിച്ചെണ്ണ. ഇത് വെളിച്ചെണ്ണ? അതെ, വെളിച്ചെണ്ണ. ഇതിപ്പോൾ ഇത്രയും ഇതിന് എത്ര എണ്ണ വയ്ക്കുക അങ്ങനെ നമുക്കില്ല? 20 വെളിച്ചെണ്ണ ആവുന്നതുകൊണ്ട് ആൾക്കാർ കൊളസ്ട്രോളിൻ്റെ പ്രശ്നം പറഞ്ഞത് വാങ്ങാതിരിക്കും. അങ്ങനെയൊന്നും വാങ്ങിക്കില്ല. അങ്ങനെയൊന്നുമില്ല. ഇല്ല, വെളിച്ചെണ്ണ ഡോക്ടർമാരൊക്കെ പറയണ്ടേ വെളിച്ചെണ്ണ ഉപയോഗിക്കരുത് എന്നൊക്കെ? വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നു പറയും, പക്ഷേ ഉപയോഗിക്കണമെന്നും പറയുന്നുണ്ട്. ആരും ശ്രദ്ധിക്കാറില്ല. ഡോക്ടർമാരെ മെയിൻ ചെയ്യില്ല. ഇല്ല, അടുത്ത കുറച്ച് ചെറിയ ഉള്ളി. അപ്പം ചന്ദ്രന് കുറച്ച് വിവരമുണ്ട് ഇല്ലേ അതിനെപ്പറ്റി? പച്ചമുളക്, കുറച്ച് കറി ലീവ്സ്, കറിവേപ്പില ഷോർട്ട് ചെയ്യും. അപ്പോൾ നമ്മൾ കടൽക്കൂട്ടിലുള്ള സാധനങ്ങൾ ഇതൊക്കെയാണ്: ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില, കുറച്ച് വെളിച്ചെണ്ണയിൽ അത് ശരിയാക്കി. ഇത്രയേ ഉള്ളൂ മസാലകൾ. ഇനി ഒന്നും കൂട്ടില്ല. ഈ മസാല ഉണ്ട്, പൊടികൾ, മസാലപ്പൊടികൾ. അതിൽ മുളക്, മല്ലി, മഞ്ഞളൊക്കെ പെടും അല്ലേ? അതെന്താ? മഞ്ഞൾ. അതെന്താ? മല്ലി, മുളക്, ശകല മുളക് ഒക്കെ കുറേശ്ശേ ഉള്ളൂ അല്ലേ? അതെ, മല്ലിയില്ല. മുളകും മഞ്ഞളും അതിപ്പോൾ ഇട്ടത് തന്നെ അറിയുന്നില്ല, അത്ര മതി. എരിവ് കുറവുള്ള ജനിച്ചേ. പേരിൽ അത് ഇടുന്നുണ്ട് മാത്രം. അത്രേ ഉള്ളൂ. ഇതെന്താ? ഇത് സീ ഫുഡ് ബോയിൽ ചെയ്ത വെള്ളം. ഇത് തിളപ്പിച്ച വെള്ളം. ഇത് മൂന്നും ഒന്നിച്ചാണോ തിളപ്പിക്കണേ? ഞണ്ടും മീനൊക്കെ? അതെ, ഒന്നിച്ച്. ആ വെള്ളമാണ്.
ഇത് നമ്മൾ സാധാരണ കാണാത്തയും കേൾക്കാത്ത ഒരു സംഭവമാണ് എല്ലാം കൂടി ഒന്നിച്ചിട്ട് വെക്കല്. ഇതിങ്ങൾക്ക് ആരെയും പഠിപ്പിച്ചെന്ന് പറഞ്ഞു തന്നത്? സ്വന്തം പഠിക്കാം. സ്വന്തം വെറുതെ ഇരിക്കുമ്പോൾ ഇന്നങ്ങനെ ഒന്ന് നോക്കാതെ ഓരോ ഡിഷ് ചെയ്ത് പഠിക്കും. അല്ല, ഈ ഞണ്ടും മീനും എല്ലാം കൂടി ഒന്നിച്ചിട്ട് വെക്കലില്ല. ഇനി ഒഴിവുണ്ടാകുമ്പോൾ കുറച്ച് ബീഫും കൂടി ഇട്ട് നോക്കട്ടെ. ബീഫ് പച്ചക്കറി തമാശല്ല ബാക്കി പറഞ്ഞു തരാം. എനിക്കെന്തെങ്കിലും സംഭവിച്ചാൽ ചന്ദ്രൻ ഉണ്ടാവില്ല കേട്ടോ. ഞാനിതൊക്കെ തിന്നിട്ട് അതിൽ നമ്മൾ ചോദിക്കും നിങ്ങളെന്ത് കണ്ട അതും ഇതൊക്കെ കൂട്ടിണ്ടാക്കി തിന്നതെന്ന്. ഇത് പറ്റുമ്പോൾ അത് കുറയും, ഗ്രേവി അത് പറ്റുന്നില്ല. ഇത് വെള്ളം പറ്റുന്നുണ്ടെങ്കിൽ വെള്ളം ഒഴിച്ച് നീട്ടിക്കൊടുക്കുന്ന വിദ്യ അറിയാം അല്ലേ? അതുകൊണ്ട് കല്യാണത്തിനൊക്കെ കൂട്ടാൻ ആള് ജാസ്തിയാൽ കൂട്ടാൻ കുറയും, ചോറുണ്ടാവും. അപ്പോൾ ഉള്ള വിദ്യയാണിത്. ഒരു ചെമ്പ് വെള്ളം കൊണ്ടേക്കാൻ ആൾക്കനുസരിച്ച് അങ്ങനെ നീട്ടി കൊടുക്കല്. ഇത് വെന്തോ? റെഡി. ഇനി എടുക്കാനായോ? തേങ്ങാപ്പാൽ വയ്ക്കും. ആ, ഇത് എത്ര തേങ്ങൻ്റെ പാലാണ്? ഒന്നോ ഒരു മുറിയോ? അരമുറി. അതെ. തേങ്ങാപ്പാലും കൂടി വരുമ്പോൾ സ്വീറ്റ് ഡിഷാവും. എടുക്കാമല്ലോ. എന്തിനാ വയ്ക്കുക? മൺചട്ടി എടുത്താ ഇതാ. ഇതിപ്പോൾ എല്ലാം കൂടി കൂട്ടിയിട്ട് വെക്കുന്നത് അറബികളുടെ ഒരു ഐറ്റം ഉണ്ട് ഇങ്ങനത്തെ മുസക്കിൽ പറഞ്ഞിട്ട് അല്ലേ? ഇതെന്താണ്? തേങ്ങ വറുത്തത്. എന്തിനാ? ഗാർണിഷ്. ഇതിലാണ് മുകളിൽ. അത് കാണാനൊരു ഭംഗിയും കൂടിയാണ്. മറ്റേലേക്ക് ചേരാൻ പോകുന്നില്ല. ഈ പാത്രവും മറ്റേ കടൽ കൂട്ടും തേങ്ങ വറുത്തും എല്ലാം കൂടി ആയിട്ട് എൻ്റെ കാര്യം ഒന്ന് പോക്കാവോ? അതൊന്നും പറയാൻ പറ്റില്ല. അപ്പം ചന്ദ്ര, നമ്മൾ അടുത്ത കടൽക്കൂട്ട് നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞു. നമ്മൾ അടുത്ത പരിപാടി എന്താണ്? ചിക്കൻ റോസ്റ്റ്. ചിക്കൻ ഗീ റോസ്റ്റ്. ദോശ? നെയ്യിൽ റോസ്റ്റ് ചെയ്തു. അത് ഗീ റോസ്റ്റ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഈ ദോശ, സാധാ ദോശ, ഗീ റോസ്റ്റ് ഒക്കെ പറയുമ്പോൾ അതിൽ പോയി പോകും. അതാ ചിക്കൻ റോസ്റ്റ്. അത് നെയ്യിൽ റോസ്റ്റ് ചെയ്യുന്നു. സാധാരണമായി തന്നെ ഒരു ചിക്കൻ എടുക്കി. ഇതാണ് ചിക്കൻ. ഇത് ചിക്കൻ നിങ്ങൾ ഇപ്പം ഓൾറെഡി പൊരിച്ച് വെച്ചാ അതിനെന്തെല്ലാം കൂട്ടി? ഇഞ്ചി, വെളുത്തുള്ളി, മഞ്ഞപ്പൊടി, മുളക് പൊടി. ആ മസാല ആക്കി തേച്ചിട്ട് പൊരിച്ച് വെച്ചാൽ നമ്മൾ അറിയണം ഇതൊക്കെ ചേർത്ത് ഉണ്ടാക്കി കഴിച്ചു. 100 ഗ്രാം ഉണ്ടാവും? 150? 100 ഉണ്ടാവും. 120 ഗ്രാം ഉണ്ടാവും. ഇതെങ്ങനെയാണ് ഇതിൽ നെയ്യ് കുടിക്കണ്ടേ? വേറെ മസാലയൊന്നുമില്ല? വേറെ മസാല അടിച്ചിട്ട് കഴിക്കുന്നു. സവാള മസാല അടിച്ചിട്ട്. ഫുൾ നെയ്യ് തന്നെ അല്ലേ? അതെ, നെയ്യ്. ഇതിപ്പോൾ നെയ്യിൻ്റെ കണക്കൊക്കെ എങ്ങനെ കിട്ടും? എത്ര നെയ്യ് ഇടുന്നു? അത് കുറച്ച് അതിന് കണക്കാക്കി പോഷൻ കണക്കാക്കിയുള്ള അത് വേവാനുള്ളത്. ഇത് നല്ല നെയ്യില്ലേ? അതെ, 6 kg. ഈ നെയ്യ് മാത്രമേ ഉപയോഗിക്കുള്ളൂ? വാങ്ങുന്ന ഈ നെയ്യാണ്. ഈ നെയ്യ് നമുക്ക് ഉപയോഗിക്കുന്നുള്ളൂ. ഈ നെയ്യാകുമ്പോൾ ശരിക്കും നെയ്യിൻ്റെ സ്മെല്ല് വരുള്ളൂ. തുടങ്ങാം. ഇതെന്താ? വെളുത്തുള്ളി. എന്താ? ഇഞ്ചി. ഇഞ്ചി. ഇതിപ്പം ഈ നല്ല നെയ്യായതുകൊണ്ട് ഇതിൻ്റെ സ്മെല്ല് തന്നെ ഒന്ന് വേറെ ആയിട്ടുണ്ട്. നമ്മൾ മറ്റേ സാധാ നെയ്യിൻ്റെയും വെളിച്ചെണ്ണൻ്റെയും ഓയിലിൻ്റെയും നിന്നൊക്കെ വ്യത്യസ്തമായിട്ടുള്ള ഒരു മണമുണ്ട് അല്ലേ? അടുത്തായി സവാള. ഇത്രയും ഇടണം.
വേറെ രീതിയിൽ മസാല ചേർക്കില്ല. മസാല ഒക്കെ ചേർക്കാനുള്ള കോഴിയിൽ പോയി ആദ്യത്തെ അല്ലേ? ചിലപ്പോൾ കറിവേപ്പില, കോഴി പൊരിക്കലിൽ പോയി. പൊരിക്കല് ഇതിൽ ചെറിയ ലൈറ്റ് മസാല ചേർക്കും. കേൾക്കോ? അതാണ് ചോദിച്ചത്. അപ്പോൾ ഇതിൽ കളറൊക്കെ ഒന്ന് മാറാണ്ട്. കളർ മാറും, ചുവപ്പ് കളറായി. എന്ത് മസാല? ഈ മുളക് അരിച്ച്. അതെ, കാശ്മീരി ചില്ലി. കാശ്മീരി ചില്ലി. കാശ്മീരി ചില്ലി പേസ്റ്റ്, പൗഡറല്ല, പേസ്റ്റ്. അതെ അതെ. പിന്നെ എന്താണ്? തക്കാളിയാണ്. തക്കാളി. ആ, ഇവിടെ തിരക്കിട്ട് പണിയൊക്കെ എടുക്കേണ്ടല്ലോ അല്ലേ? ഫ്രൈഡ് റൈസൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. ലഞ്ചിൻ്റെ തിരക്കായി തുടങ്ങി. ലഞ്ചിൻ്റെ തിരക്കായില്ലേ? ഇവിടെ ഈ ഉച്ച സമയത്താണ് ആൾ കയറി വീടാവുക. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടെങ്കിലും. ബ്രേക്ക്ഫാസ്റ്റ് അതെന്താ? മഞ്ഞൾപ്പൊടി, മഞ്ഞൾപ്പൊടി. കുരുമുളകൊന്നും ചേർക്കുന്ന പരിപാടിയില്ല. മല്ലി, മല്ലി. അപ്പോൾ പേര് കുറേശ്ശെ മല്ലിയൊക്കെ അല്ലേ? കാശ്മീരി ചില്ലി. കാശ്മീരി ചില്ലി. അവസാനം കോഴിനേക്കാൾ ടേസ്റ്റ് ഇതിൻ്റെ ഗ്രേവി ആയിരുന്നു. അത് ആ നെയ്യിൽ ഉണ്ടാക്കിയതുകൊണ്ട് അതിനൊരു പ്രത്യേകത. അതെന്താണ്? ഗരം മസാല. ഗരം മസാല. ആ, കൂട്ടാനുള്ളത് മുഴുവൻ കൂട്ടി കഴിഞ്ഞപ്പോൾ ഗരം മസാലയൊക്കെ വന്നു കഴിഞ്ഞാൽ തന്നെ അതിൻ്റെ ടേസ്റ്റൊക്കെ മാറുമല്ലോ. അതും ഈ നല്ല നെയ്യിൽ. എന്താണ്? തേങ്ങാപ്പാല? പാലല്ല, തേങ്ങാ പേസ്റ്റ്. തേങ്ങ പേസ്റ്റ്. ആ, പേസ്റ്റ്. ശകല പേസ്റ്റ്. അതെ അതെ. മല്ലിയില. എല്ലാത്തിലും കുറച്ച് വെള്ളം ചേർക്കുന്നുണ്ട് ലാസ്റ്റ്. വയനാട്ടിൽ ആദ്യം എന്താ പാൽ ഇത് കച്ചവടം ചെയ്യണം? ഇല്ല, പാൽ കച്ചവടമൊന്നുമില്ല. അല്ല, വെള്ളം ചേർത്തിൽ അടി പിടിക്കില്ല. അടി പിടിക്കാതിരിക്കാൻ വേണ്ടി ചെയ്യുന്നതാണ്. ചെറിയൊരു കുഴഞ്ഞിരിക്കണം. എല്ലാത്തിലും വെള്ളം ചേർക്കുന്നുണ്ടപ്പോഴേ പണ്ട് പാൽ കച്ചവടം ഉണ്ടായിരുന്നു വിചാരിച്ചു. പാൽ കച്ചവടത്തിൽ പോകുമ്പോൾ വഴിയിൽ നിന്നൊക്കെ കുറച്ച് വെള്ളം ചേർക്കുമല്ലോ. ഉപ്പ്. ആ, ശകല കൂടി വെള്ളം ചേർക്കാം. ചിക്കൻ എടുത്ത്. ആ, ഇതിപ്പം ചിക്കൻ നെയ്റോസ്റ്റ് എന്നാണ് ഇതിൻ്റെ പേരില്ലേ? അതെ. നമ്മൾ പണ്ട് ആഡംബരക്കഞ്ഞി ഉണ്ടാക്കിയിരുന്നു. ആഡംബരക്കഞ്ഞി. അതുപോലെ ഇതിന് പേര് ആഡംബര ചിക്കൻ എന്നാണ് ആക്കുന്നത്. എല്ലാ മസാലയും ചേർത്ത് വലിയ ആഡംബരത്തിലാണ് ഇപ്പോൾ മുമ്പിൽ നിൽക്കുന്നത്. ഈ മസാലയിലൊന്നും വേണ്ടത് ദേശം ചെറിയ കവറിങ്ങിലേക്ക് നിൽക്കും. ഒന്ന് കവറായിട്ട് അങ്ങനെ പോകും. ഒരു ഇലയിലേക്ക് കൊണ്ട് നിൽക്കും. ചിക്കൻ കാണില്ല, അതുപോലെ കവറിങ് ആയിരിക്കും. ആ, ഒറ്റ കട്ടായിട്ട് വെക്കും. ഇത് ഇപ്പം സവാള ഫ്രൈ ചെയ്ത്. സവാള ഫ്രൈ ചെയ്ത്. ഇതൊക്കെ നല്ല മൂവിലുണ്ട് ഇവിടെ. ഒരു ദിവസം എത്ര ചിക്കൻ പോകും? ഇതും ഇങ്ങനെ പോകും ചിക്കൻ. ഇത് ഓർഡറിനനുസരിച്ച്. ഓർഡർ അനുസരിച്ച് ആരെങ്കിലും പറഞ്ഞാൽ ഇത് ഉണ്ടാക്കി കൊടുക്കും. പിന്നെ ഉണക്കമുളക്. ആ, കളയാനും വേണ്ട സാധനം. ഇതിനോട് സെർവ് ചെയ്തു. ഇപ്പം നമ്മളെ രണ്ടാമത്തെ ഐറ്റം ചിക്കൻ നെയ്റോസ്റ്റ്. നെയ്റോസ്റ്റ് നമുക്ക് ഇത് കേൾക്കുമ്പോൾ നമ്മൾ ദോശ, സാധാ ദോശ, നെയ്റോസ്റ്റ്, മസാല ദോശ എന്നൊക്കെ വിചാരിക്കുക. ഇത് ചിക്കൻ നെയ്റോസ്റ്റ്. ഇതാണ് യഥാർത്ഥ നെയ്റോസ്റ്റ്. കാരണം ചിക്കൻ നെയ്യിൽ റോസ്റ്റ് ചെയ്തുകൊണ്ട് നെയ്റോസ്റ്റ് തന്നെ പറയണം. പിന്നെ ഇതിൽ കൂട്ടിയിട്ടുള്ള സംഭവങ്ങളും നമ്മൾ കണ്ടു. എല്ലാ ചേരുവകളും കിട്ടാവുന്നിടത്തോളം ഇതിൽ കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ തന്നെ ടേസ്റ്റ് ഉണ്ടാവുന്ന തിന്നാതെ തന്നെ നമുക്കറിയാം. ഇത് തിന്നിട്ട് അതിൻ്റെ ഒറിജിനൽ റിസൾട്ടും നമുക്ക് പറയാം. ഏതായാലും നമ്മളെ ഷെഫ് ചന്ദ്രൻ്റെ കണ്ടുപിടുത്തത്തിൽപ്പെട്ട 2 സംഭവങ്ങളാണ് നമ്മൾ ഉണ്ടാക്കിയത്. ഇത് സാധാരണ എവിടെയും ഉള്ളതോ നമ്മൾ കണ്ടതോ കേട്ടതോ അല്ല. വളരെ നന്നായി ഇന്നത്തെ മക്കാനിക്ക് 2 വിഭവങ്ങളും വളരെ വ്യത്യസ്തമായുള്ള നല്ല സംഭവങ്ങൾ തന്നെയാണ്. ഇതിന് ചിക്കന് തൂവൽ, പാലം ഇവിടെയും വെക്കേണ്ട ഒരു പൂവും തരിയൊക്കെ വേണ്ട, മുമ്പിൽ മാത്രം. അല്ല, ഇതെടുത്ത് ഇവിടെ വെച്ചാൽ ഏതാണ്ട് ചിക്കൻ ആവില്ലേ? അങ്ങനെ ഏതാണ്ട് ചിക്കൻ മാതിരി ആയല്ലോ അല്ലേ? ഇന്നത്തെ നമ്മൾ മക്കാനിയിൽ നമ്മൾ 2 ഐറ്റം ഉണ്ടാക്കി.
ഒന്നൊരു കടൽക്കൂട്ട്, ചിക്കൻ നെയ് റോസ്റ്റ്. ഇനിയിപ്പം ഇത്രയും കഷ്ടപ്പെട്ട് ആ അടുക്കളയിൽ ചൂടെത്തുന്നതൊക്കെ ഉണ്ടാക്കി വേവിച്ച് കൊണ്ടുവന്ന് റെഡിയാക്കി എല്ലാ പണിയും കഴിഞ്ഞ് ബുദ്ധിമുട്ട് കഴിഞ്ഞ് ഇനി ഇത് തിന്നാനിരിക്കുന്ന ഒരു സുഖം ഉണ്ടല്ലോ, അത് വേറെ ഇതിനേക്കാൾ സുഖം കിട്ടും. നമ്മളെല്ലാം ഉണ്ടാക്കി വേറെ ആരെയും ഉണ്ടാക്കിയിട്ട് കൊണ്ടുപോയി വെച്ച് തിന്നാൽ മാത്രമായിരിക്കും ഇതിനേക്കാൾ സുഖം കിട്ടും. ഇതിപ്പം നമ്മളുണ്ടാക്കി നമ്മൾ കണ്ടു എന്തെല്ലാം കൂട്ടുകൾ കൂട്ടിയിട്ടാണ് ഉണ്ടാക്കിയത്, അത് നമ്മൾ തിന്നാണ്. അതിൻ്റെ ഒരു സുഖം വേറെ സുഖം. ഏതായാലും നോക്കട്ടെ, കടൽക്കൂട്ട് ഇത് ചപ്പാത്തിക്കൊക്കെ നന്നെന്നാണ് പറഞ്ഞത്. കടൽക്കൂട്ടിന് കുറച്ച് ഗ്രേവി എടുത്ത് ചപ്പാത്തി അടിച്ചു പോട്ടെ. കടൽക്കൂട്ടിന് അഭിപ്രായം പറയാൻ ഞണ്ടും ഇതൊക്കെ തിന്നണം, എന്നിട്ടേ പറയാൻ പറ്റുള്ളൂ. പക്ഷെ ഇത് ഡെയിലി കടൽക്കൂട്ടാക്കിയാലോ മുതലാവില്ല. ചെമ്മീൻ, ഞണ്ട്, അയക്കുറ ഇതൊക്കെ എന്താ വില? ഫ്രീ ആയിട്ട് ആരും തരികയാണെങ്കിൽ ഡെയിലി അടിക്കാം. വാസ്തവത്തിൽ ഈ ഹോട്ടലിൽ സാധാരണ പോകുമ്പം കാണും വരും. നമ്മളടുത്തല്ലേ കോഴിക്കോട് നിന്ന് വയനാട്ടിലേക്ക് പോകുന്ന റൂട്ടിൽ പരപ്പമ്പൊയിൽ ഒരു പുതിയ ഹോട്ടൽ പെട്ര, പേരും ഒരു പുതുമയിലാണ്. നമ്മൾ സാധാരണ കേൾക്കാത്തൊരു വാക്കാണ്. എന്ത് ഗ്രീക്കോ വേർഷൻ എന്താണെന്ന് തോന്നുന്നുണ്ട്. ഇവിടെ വന്ന് നോക്കുമ്പം ഇങ്ങനത്തെ ഹോട്ടലിൽ സാധാരണ ആളിയൊന്നും കാണില്ല, മറ്റേ പാർക്കിംഗ് സൗകര്യം ഇല്ലാത്തതുകൊണ്ട് ആയിരിക്കും. ഇവിടെ ചോദിച്ചപ്പോഴാണ് പാർക്കിങ്ങൊക്കെ ബാക്കിൽ കണ്ടമാനുണ്ട്, ഇതാണ്. പിന്നെ ഇവിടുത്തെ സംഭവം എന്താണെന്ന് അന്വേഷിക്കുമ്പോൾ ഇതാണ്. ഇങ്ങനത്തെ ഫുഡുകൾ ഇതിൻ്റെ ഉള്ളിലുണ്ടെന്ന് ഒരിക്കലും പ്രതീക്ഷിക്കില്ല. ആദ്യം കണ്ടപ്പം അങ്ങനെയൊക്കെ തോന്നി. പണ്ട് ഞാൻ ഇവിടെ കയറി കട്ടൻ ചായ അടിച്ച് പോയതാണ്. ഇത്രയും ഡീറ്റെയിലായിട്ട് അറിയില്ല. ഇപ്പോഴാണ് ഇത്രയും വിഭവങ്ങൾ, പുതിയ പുതിയ നമ്മൾ കാണാത്ത കേൾക്കാത്ത ഐറ്റംസ് ഇവിടെ ഉണ്ടെന്ന് മനസ്സിലാവുന്നത്. ഈ കടൽക്കൂട്ട് തിന്നാവുകൾക്ക്, ഭക്ഷണപ്രാന്തന്മാർക്ക്, ഭക്ഷണപ്രിയർക്ക് ഇത് മുന്തിയ കിട്ടലാണ്. മുതലാക്കാം നന്നായിട്ട്. അതുപോലെ ചിക്കൻ ഗീ റോസ്റ്റും തിന്നാനായിട്ട് കോഴിക്കോട് നിന്ന് വന്നു വരില്ല. നല്ല പോണ വഴിക്ക് ഒരു നല്ല സങ്കേതം, നല്ല ഭക്ഷണം ഇത് ഉണ്ടാക്കുന്നത് ഞാൻ കണ്ടുകൊണ്ട് എനിക്ക് ധൈര്യമായിട്ട് പറയാൻ പറ്റും. വേറെ ദോഷമുള്ളൊരു കൂട്ടും ഇതിലില്ല.